നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന ഭാഗം കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഭാവയാമി രഘുരാമം എന്ന കൃതി പാടി അതിൻ്റെ അർത്ഥതലം വിവരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ 2-3 ഭാഗങ്ങളിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് ആരണ്യകാണ്ഡത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഇത് മോഹനരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് പാടി അതിൻ്റെ അർത്ഥതലം ഒന്ന് പരിശോധിച്ച് നോക്കാം. വിതതദണ്ഡകാരണ്യക ഗതവിരാധദളനം വിതതദണ്ഡകാരണ്യക ഗതവിരാധദളനം സുചരിത ഘടജദത്താനു പമിത വൈഷ്ണവാസ്ത്രം സുചരിത ഘടജദത്താനു പമിത വൈഷ്ണവാസ്ത്രം പദകവരജടായുനുതം പദകവരജടായുനുതം പഞ്ചവടി വിഹിതവാസം പദകവരജടായുനുതം പഞ്ചവടി വിഹിതവാസം അതിഘോരശൂർപ്പണഘ വചനാഗതഘരാദിഹരം അതിഘോരശൂർപ്പണഘ വചനാഗതഘരാദിഹരം ഗ പഗരി ഗരി സദ സരി ഗ പദ സദ പഗരി സരി ഗ പഗരി ഗരി സദ സരി ഗ പദ സദ പഗരി സരി ഗ പഗ ഗരി സരി ഗരി രി സദ സരി ഗരി ഗ പഗ പദ പദ സ ഗരി സദ രി സദ സദ ഗരി നിധ മഗരി സദ ഭാവയാമി രഘുരാമം ഭവ്യ സുഗുണരാമം ഭാവയാമി രഘുരാമം. ഇനി ഇതിൻ്റെ അർത്ഥതലം നമുക്കൊന്ന് പരിശോധിക്കാം. വിശാലമായ ദണ്ഡകാരണ്യത്തിൽ വസിച്ച വിരാധനെ വധിച്ചവനും തപോനിധിയായ അഗസ്ത്യ മഹർഷിയിൽ നിന്നും ദിവ്യമായ വൈഷ്ണവാസ്ത്രങ്ങളെ സ്വീകരിച്ചവനും പക്ഷിരാജാവായ ജടായുവിനാൽ സ്തുതിക്കപ്പെട്ടവനും പഞ്ചവടിയിൽ കുറേ കാലം വസിച്ചവനും അതിഭയങ്കരിയായ ശൂർപ്പണഖയുടെ പ്രേരണയാൽ യുദ്ധം ചെയ്യാനൊരുങ്ങിയ ഖരൻ മുതലായവരെ നശിപ്പിച്ചവനുമായ ശ്രീരാമചന്ദ്രസ്വാമിയെ ഞാൻ ഭജിക്കുന്നു എന്നാണ് മുകളിൽ പാടിയ ആ ഭാഗത്തിൻ്റെ അർത്ഥതലം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത ഭാഗം കിഷ്കിന്ധാകാന്ഡമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം.